എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന വിദ്യാർത്ഥിനി ഉദ്യോഗസ്ഥരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇത്തരമൊരു പരിപാടി നെഹ്റു കോളേജിൽ ഓർഗനൈസ് ചെയ്യാനായിട്ട് മുൻകൈ എടുത്ത ജനൻ ടി വിക്ക് കോളേജിൻ്റെ പേരിലും നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. എത്രയും ബഹുമാനപ്പെട്ട ചെയർമാൻ സർ അഡ്വക്കേറ്റ് ഡോക്ടർ പി കൃഷ്ണദാസ് സർ ഇന്ന് നമ്മോടൊപ്പം ചേരാൻ സാധിച്ചില്ല. എന്നാലും സാറിൻ്റെ എല്ലാവിധ ആശംസകളും ഈ ഒരു പരിപാടിക്ക് അറിയിക്കാൻ ഞാൻ റെപ്രസെൻ്റ് ചെയ്ത് സംസാരിക്കുകയാണ്. പിന്നീട് ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ക്യാമ്പസിൽ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഇൻ സോളിഡാരിറ്റി ടു ദി ഗവൺമെൻറ് ഓഫ് കേരള. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പാമ്പാടി ക്യാമ്പസിൽ ഓപ്പറേഷൻ തൂഫാൻ വാരിയർ ബാഡ്ജസ് എല്ലാം ഇൻഡക്ഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മളത് ചെയ്യണ്ടായി. നമ്മുടെ ക്യാമ്പസിലും അതിനുള്ള ഇനീഷ്യേറ്റീവ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായി തന്നെ ഒരു ക്ഷമ ചോദിക്കുന്നു. അത്യാവശ്യമായിട്ട് ഒരു പാരൻറ്റ് വന്നുകൊണ്ടാണ് ഞാൻ ഇത്തിരി ഡിലേ ആയത്. പിന്നെ ഓപ്പറേഷൻ തൂഫാൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിശബ്ദമായ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. ആ യുദ്ധം നടക്കുന്ന അതിർത്തിയിലല്ല, എന്നെ പോലെയുള്ള അമ്മമാരുടെ മനസ്സിലാണ് ബേസിക്കലി. രാവിലെ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി സ്കൂളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കോളേജിലേക്ക് വരുമ്പോൾ അവരവിടെ എത്തിയോ, എന്താണ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് സുഹൃത്തുക്കൾ, എന്തൊക്കെയാണ് അവരിടപെടുന്നത് എന്നുള്ള വളരെയധികം യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലൂടെ കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഏറ്റവും ശ്ലാഘനീയമായ രീതിയിൽ ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന ഏറ്റവും പ്രശംസിക്കപ്പെടേണ്ട ഒരു ചുവടുവയ്പ്പ്, കാൽവയ്പ്പ് മുന്നോട്ട് വരുന്നതും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമാകാനായിട്ട് ഏതൊരു ക്യാമ്പസിനോട് എന്ന പോലെ തന്നെ നമ്മളും താല്പര്യപ്പെടുന്നു. അതിനു വേണ്ടി ഏത് സംരംഭത്തിലും നെഹ്റു ഗ്രൂപ്പിൻ്റെ എല്ലാ ക്യാമ്പസുകളും അതിൻ്റെ ഒരു ഭാഗമായിരിക്കും എന്നുള്ളത് ഒരു പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ലഹരി അത് ജാതി മത പ്രായഭേദമന്യേ സമൂഹത്തിലെ എല്ലാ അതിർവരമ്പുകളെയും ലംഘിച്ചുകൊണ്ട് സമൂഹത്തിൽ മാത്രമല്ല കുടുംബങ്ങളിൽ കൂടി അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മൾ ദിവസവും ന്യൂസൊക്കെ കാണുമ്പോൾ ഈവൻ ഉണ്ടാവുന്ന ഒരു നിയമ അധ്യാപിക എന്നുള്ള നിലയിലും ഒരു നിയമ കോളേജിൻ്റെ പ്രിൻസിപ്പൽ എന്നുള്ള നിലയിലും ചിന്തിക്കുവാണെങ്കിൽ NDPS ആക്ട് 1985 ഏറ്റവും ശക്തമായൊരു നിയമമാണ്. അപ്പം അത് നടപ്പിലാക്കാനായിട്ട്, അതിൻ്റെ പ്രൊവിഷൻസൊക്കെ നടപ്പിലാക്കാനായിട്ട് പോലീസും മറ്റ് എല്ലാവരും തന്നെ ആർജവമായിട്ട് അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഈ വിപണന ശൃംഖലകളെ കൈകാര്യം ചെയ്യാനായിട്ട് ആ ആക്ട് പര്യാപ്തമാണ്. അതിനുള്ള പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ ഓപ്പറേഷൻ തൂഫാൻ്റെ ഉള്ളിൽ. പക്ഷേ അതിനേക്കാളേറെ ഉപരിയായിട്ട് ഒരു വിദ്യാർത്ഥിക്ക് സംഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ, അതായത് അങ്ങനെ ഒരു ലഹരിക്ക് അടിമപ്പെട്ടു പോയാൽ, അതിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കേസിൽ അകപ്പെട്ടു പോയാൽ ആ കുട്ടി അതെങ്ങനെ അതിജീവിക്കും, അതിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരും, അതിനെ ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ യുവാവ് അല്ലെങ്കിൽ യുവതിയുടെ എന്താ പറയുക, അവരുടെ ആരോഗ്യം, അവരുടെ റീഹാബിലിറ്റേഷൻ, ഇതെല്ലാം ഒരു പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിന് ആൻറ്റി ഡ്രഗ്സ് അവെയർനെസ് കൂടിയേ തീരുള്ളൂ. അത് ഓരോരുത്തർക്കും, നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ്. ഫാമിലിയിലും കുടുംബത്തിൽ നിന്ന് തുടങ്ങി സമൂഹത്തിലും മറ്റെല്ലാ തലത്തിലും പോലീസിൻ്റെ കൂടെയും എക്സൈസിൻ്റെ കൂടെയും ഒക്കെ നമ്മൾ അതിൻ്റെ കൂടെ നിന്ന് തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതൊരു പ്രതിജ്ഞാബദ്ധമായിട്ടിരിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഏവർക്കും ഈ ഒരു പരിപാടിയിലേക്ക്
നെഹ്റു ഗ്രൂപ്പിൻ്റെ പേരിൽ സ്വാഗതം പറയുന്നു. നന്ദി അറിയിക്കുന്നു ജനം ടി വിക്കും. നമ്മുടെ കൂടെ ഇന്ന് എക്സൈസ് ഇൻസ്പെക്ടർ സാറുണ്ട്. സാറ് നിങ്ങളോട് സംസാരിക്കും. കൂടുതൽ കാര്യങ്ങളൊക്കെ എന്നെക്കാളും കൂടുതൽ നന്നായിട്ട് പറയാൻ സാധിക്കുക സാറിനാണ്. വന്ന് നമ്മുടെ ഇവിടെ കൂടിയ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും സാറിനും മറ്റെല്ലാവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു.